ഹായ് ഡിസൈനേഴ്സ്, ഞാനിവിടെ ഒരു പഴയ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇമേജ് നല്ലോണം സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് റീസ്റ്റോർ ചെയ്ത് നോക്കാം. മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഫിൽറ്ററിൽ ന്യൂറൽ ഫിൽറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ മാനുവൽ ആയിട്ട് ഡിസൈനേഴ്സ് റീസ്റ്റോർ ചെയ്തിരുന്നു. ഇത്തവണ നമ്മൾ നോക്കുന്നത് AI യൂസ് ചെയ്തിട്ട് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ Ctrl+A കൊടുത്ത് ക്യാൻവാസ് ഓൾ സെലക്ട് ചെയ്തു. ഇവിടെ ജനറേറ്റ് ഫിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇതിനുള്ളിലേക്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രോംപ്റ്റ്. ഇമേജ് ജനറേഷൻ മോഡൽ എടുക്കുന്നത് ജെമിനി 2.5 ആണ്. ദെൻ ജനറേറ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. മറ്റൊരു ഫോട്ടോ കൂടി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ Ctrl+A കൊടുത്ത് ഓൾ സെലക്ട് ചെയ്തു. ജനറേറ്റീവ് ഫിൽ സെലക്ട് ചെയ്തതിനു ശേഷം Ctrl+V കൊടുത്ത് പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റിന്റെ പ്രത്യേക കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണ്. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ദെൻ ജെമിനി തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ജനറേറ്റ് കൊടുക്കുകയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമ്മൾ എത്ര മണിക്കൂർ എടുത്തു കഴിഞ്ഞാലും ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റും, ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന വേർഷൻ ഫോട്ടോഷോപ്പ് 2026 ആണ്. അതും സബ്സ്ക്രിപ്ഷൻ എടുത്തിരിക്കുന്നത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് വേർഷൻ ആണ്. നിങ്ങൾക്ക് ചെറിയ എമൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പ്രോംപ്റ്റ് എന്റെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പ്രൊഫൈല് ബയോയില് ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ആ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.